ഹലോ ഫ്രണ്ട്സ്, ന്യൂസ്മാറ്റിക്സ് ആൻഡ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് 1968 മുതൽ 2011 വരെ പുറത്തിറക്കിയ ഒരു ടൈപ്പ് നാണയമാണ് 20 പൈസ നാണയം. അപ്പോൾ ആ ഒരു കാലയളവിൽ തന്നെ ഇന്ത്യ ഗവൺമെന്റ് പല ടൈപ്പ് നാണയങ്ങൾ പല മെറ്റലുകൾ കൊണ്ട് നിർമ്മിച്ചിരുന്നു. അത് കോമറേറ്റീവ് ഇഷ്യൂസും റെഗുലർ ഇഷ്യൂസും മിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 1970 പുറത്തിറക്കിയ 20 പൈസ ഫുഡ് ഫോർ ഓൾ എന്ന നാണയമാണ്, എന്ന കോമറേറ്റീവ് ഇഷ്യൂ നാണയമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ മുൻവശവും പിൻവശവും ഒന്ന് കണ്ടുവരാം. അപ്പോൾ ഇതാണ് ഇതിന്റെ മുൻവശം, അതായത് ഒബ്സർവ്. ഇവിടെ അശോകസ്തംഭം ഉണ്ടാവും, താഴെ സത്യമേവ ജയതേ ഉണ്ടാവില്ല. അതിന്റെ താഴെയായിട്ട് 20 പൈസ, അതിന്റെ ഡിനോമിനേഷൻ, അതായത് ഇതിന്റെ വാല്യൂ ആണ് 20 പൈസയാണ്, 20 രൂപയല്ല, 20 പൈസ. ഇവിടെ പൈസ എന്ന് ഇംഗ്ലീഷിലും ഇവിടെ പൈസ എന്ന് ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഭാരത്, ഇന്ത്യ എന്ന ലെറ്ററിങ്ങും കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ചെറിയൊരു ലൈനിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇതിന്റെ മുൻവശം ഡീറ്റെയിൽസ്. അടുത്ത ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ്. ഇപ്പോൾ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഈ നാണയം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സൺ ലോട്ടസ് ഇഷ്യൂ എന്നാണ് പൊതുവെ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ മേളിൽ തന്നെ ഒരു സൂര്യനും പിന്നെ ഒരു താമരയും കാണാം. പിന്നെ ഇത് ഇറക്കിയ വർഷം, ഇത് മിന്റ് ചെയ്തിട്ടുള്ള വർഷമായ 1970 ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ താഴെയാണ് അതിന്റെ മിന്റ് മാർക്ക്. അത് ഇറക്കിയിട്ടുള്ളത് ബോംബെയും കൽക്കട്ട മിന്റ് മാർക്കുമാണ്. അപ്പോൾ ബോംബെ മിന്റ് മാർക്ക് ആണെങ്കിൽ താഴെ ഒരു ഡയമണ്ട് ഷേപ്പ് മിന്റ് മാർക്ക് കാണാൻ സാധിക്കും. കൽക്കട്ട ആണെങ്കിൽ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. ഇത് ബോംബെ മിന്റ് മാർക്ക് നാണയമാണ്. അപ്പോൾ അതിന്റെ താഴെയായിട്ട് ഫുഡ് ഫോർ ഓൾ എന്നും അത് ഹിന്ദിയിലും അതിന്റെ ലെറ്ററിങ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ സൈഡിലായിട്ട് പാഡി, അതിന്റെ ഡിനോമിനേഷനും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ മുൻവശം പിൻവശം ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ ഇത് അലൂമിനിയം ബ്രോൺസ് മെറ്റലിൽ നിർമ്മിച്ച നാണയമാണ്. ഇതിന്റെ വെയിറ്റ് വരുന്നത് 4.5 ഗ്രാം ആണ്. ഡയമീറ്റർ 22 മില്ലിമീറ്റർ ആണ്, അതായത് 2.2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ വാല്യൂ നോക്കി വരാം. അപ്പോൾ ഇപ്പോൾ ന്യൂമിസ്മാറ്റിസ്റ്റ് മേഖലകൾ അതിന്റെ മാർക്കറ്റ് വാല്യൂ അത്യാവശ്യം കൂടിയിരിക്കുന്ന ഒരു സ്കാർസ് കാറ്റഗറിയിൽ വരുന്ന ഒരു ടൈപ്പ് നാണയമാണ് 20 പൈസ ഫുഡ് ഫോർ ഓൾ 1970 നാണയം. അപ്പോൾ ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ എൻ്റെ ഇരിക്കുന്ന ഇപ്പോൾ ഒരു ഫൈൻ അല്ലെ വെരി ഫൈൻ കണ്ടീഷനാണ്. ലെറ്ററിങ് ഒക്കെ അത്യാവശ്യം കാണാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് നാണയമാണ് എൻ്റെ ഇരിക്കുന്ന നാണയം. അപ്പോൾ ഇതിന്റെ ഫൈൻ കണ്ടീഷൻ അതിന് ഇപ്പോൾ ഏകദേശം മാർക്കറ്റിൽ 70 രൂപ മുതൽ 150 രൂപ വരെ വാല്യൂ വരുന്നുണ്ട്. പിന്നെ വെരിഫൈൻ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ അതിന് 250 രൂപ മുതൽ 400 രൂപ വരെ വാല്യൂ വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഫൈൻ അത് ഇച്ചിരി കിട്ടാൻ പാടാണ്. എക്സ്ട്രാ ഫൈനും UNCയുമാണ് ഈ കൂട്ടത്തിൽ അത്യാവശ്യം കിട്ടാൻ പാടുള്ള ടൈപ്പ് നാണയം. എക്സ്ട്രാ ഫൈന് 600 രൂപ മുതൽ 800 രൂപ വരെയും UNCക്ക് 1000 രൂപ മുതൽ 1800 അത്യാവശ്യം അവിടെ റയറിറ്റി വരുന്ന ഒരു ടൈപ്പ് നാണയമാണ് 20 പൈസ ഫുഡ് ഫോർ ഓൾ എന്ന നാണയം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ നാണയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. പിന്നെ നമ്മൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കോയിൻ സെല്ലിങ്ങും ബൈയിങ്ങൊക്കെ ആയിട്ട്. അതായത് നിങ്ങൾക്കും എന്നിലൂടെ സാധനങ്ങളൊക്കെ വിൽക്കാം, ആൻറ്റിക് സാധനങ്ങളൊക്കെ വിൽക്കാം. പിന്നെ ഞാനും വിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും പരമാവധി അതിനകത്തൊക്കെ ജോയിൻ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ഗ്രൂപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ റോഡ് ടു 1K ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.